സിന്ദൂരരേഖ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 18. ആദ്യേട്ടന് എന്താ പേടിയുണ്ടോ? ഓഫീസിലേക്ക് പോകുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിനീത അത് ചോദിച്ചത്. കയ്യിലിരുന്ന ബാഗിനുള്ളിലേക്ക് കൊണ്ടുപോകുവാനുള്ള ലഞ്ച് ബോക്സ് കുത്തിത്തിരികി കയറ്റിയതിന് ശേഷം അവൾ ആദിത്യൻ്റെ മുൻപിലേക്ക് മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ചെന്നു നിന്നു. എനിക്കെന്തിനാ പെണ്ണെ പേടി? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ പേടിക്കേണ്ടത്? 2 മാസങ്ങൾ കൂടി കഴിഞ്ഞ് കിട്ടിയാൽ ഡിവോഴ്സ് എന്ന മഹാമഹ അങ്ങ് കഴിഞ്ഞു കിട്ടും. പിന്നെ ധൈര്യമായിട്ട് നിൻ്റെ കഴുത്തിൽ എനിക്ക് താലി ചാർത്തി കൂടെ കൂട്ടാവല്ലോ. അപ്പോഴേക്കും നിൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും ഏകദേശം ഒത്തുതീർപ്പാകുമല്ലോ. അവനൊന്ന് ചിരിച്ചുകൊണ്ട് വിനീതയുടെ വയറിന് മുകളിൽ കൂടി കൈകൾ രണ്ടും പിണച്ചു കെട്ടി അവളെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. അച്ചോടാ എൻ്റെ പൊന്നെ, അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും എൻ്റെ കൊച്ചൻ്റെ തലയിലുണ്ടെന്ന് സാരം. അവനിലേക്ക് ഒന്നുകൂടി ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് വിനീത കുറുകി. പിന്നെ അല്ലാതെ, നിന്റെ കഴുത്തിലൊരു താലി കെട്ടിയിട്ട് വേണം നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ആദിത്യൻ്റെ ചുണ്ടിലപ്പോൾ മനോഹരമായ പുഞ്ചിരി വിടർന്നു വന്നിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഈ ആദ്യേട്ടനിത് എന്താലോചിച്ചുകൊണ്ടാ? അങ്ങോട്ടേക്ക് ചെന്നാലും മതി. അവിടെ എല്ലാവരും നമ്മളെ അകത്തേക്ക് എഴുന്നള്ളിക്കുവാൻ വേണ്ടി നിലവിളക്കം കൈ പിടിച്ചുകൊണ്ട് നിൽക്കുവല്ലേ. വിനീതയുടെ കവിളുകളിൽ പൊടുന്നനെ പുച്ഛം ഇരച്ചു കയറി. നീ കണ്ടോ മോളെ, നമ്മൾ അവിടെ പോകുകയും ചെയ്യും, മുല്ലശ്ശേരി വീട്ടിൽ സകല സൗഭാഗ്യത്തോടു കൂടി വാഴുകയും ചെയ്യും. അതിനൊക്കെയുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടടി പെണ്ണെ. ആദിത്യൻ്റെ മുഖം അപ്പോൾ പതിവിലും കൂടുതൽ പ്രകാശിച്ചിരുന്നു. ആദ്യേട്ടന് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ആ വീട്ടിൽ കയറി പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരു ബാലികേറാമലയാണ്. അപ്പോഴാണ് അവിടുത്തെ സകല സൗഭാഗ്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കാൻ പോണത്. ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ? നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നേച്ചാലും മതി. അവർ നമ്മളെ ചൂലും കെട്ടിന് ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. വിനീത അവൻ്റെ ഷർട്ടിൽ കെട്ടിയിരിക്കുന്ന ടൈ അഴിക്കുകയും മുറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു, വർദ്ധിച്ച മാനസിക സംഘർഷത്തോടെ. നീ കണ്ടോ മോളെ വിനീതെ, അതിനൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ മുല്ലശ്ശേരി വത്സല ചെയ്തോളും. നമ്മൾ വെറുതെ കാഴ്ചക്കാരായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതിയാവും. ഡിവോഴ്സ് ഒന്ന് കിട്ടിക്കോട്ടെ മോളെ. ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ആ വീട്ടിൽ കയറി പറ്റുക തന്നെ ചെയ്യും. വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറയുന്നവൻ്റെ മുഖത്തേക്ക് അവൾ ഒരു നിമിഷം ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കാരണം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആദ്യേട്ടൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ വാടക വീട്ടിലുള്ള ജീവിതം ദുസ്സഹമായിരിക്കുന്നു. അടുക്കളയിലെ പണി ഏകദേശം എല്ലാം തന്നെ താൻ ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. മാസാമാസം കയ്യിൽ കിട്ടുന്ന സാലറിയുടെ പകുതിയോളം സ്വന്തം കാര്യത്തിനും വീട്ടാവശ്യത്തിനും വേണ്ടി ചിലവാകുകയാണ് ചെയ്യുന്നത്. അതേസമയം വീട്ടിലാണെങ്കിൽ തൻ്റെ സാലറി തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതുമാത്രമല്ല, മുല്ലശ്ശേരി വീട്ടിലെ ഒരു പണിയും താൻ ചെയ്യേണ്ട കാര്യവുമില്ല. അമ്മയെ സോപ്പിട്ട് നിന്നാൽ തൻ്റെ ആവശ്യങ്ങൾ മുറക്കി നടക്കുകയും ചെയ്യും. വിനീതയുടെ ചിന്തകൾ പല രീതിയിൽ പാഞ്ഞു. എന്താണ് ഭാര്യ ഒരു ആലോചന? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കിളി പോയി നിൽക്കുവാണോ? എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നവളെ ഒന്നും കൂടി വരിഞ്ഞു മുറുക്കി പുണർന്നുകൊണ്ട് ആദിത്യൻ അവളുടെ കഴുത്തിടിലേക്ക് മുഖം പൂഴ്ത്തി. ആദ്യേട്ടാ, എന്താ ഇത്? വിട്ടേ. അവൾ കിക്കിളി പൂണ്ട് അവൻ്റെ കൈകളിൽ കിടന്ന് കുതറി. അങ്ങനെ വിട്ടുകളയാനാണോ ചക്കരെ ഏട്ടൻ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അവനവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് കട്ടിലിലേക്ക് അമരുമ്പോൾ പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചു. ഏട്ടാ വിട്ടേ, ഓഫീസിൽ പോകേണ്ടതാ. ഇതെന്നാ വിചാരിച്ചാന്നേ? തൻ്റെ മുകളിലേക്ക് അമരുന്നവനെ കൈകൾ കൊണ്ട് തടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് വിനീത സംശയത്തോടെ ഉറ്റുനോക്കി. ഇന്ന് എനിക്കും നിനക്കും ലീവാ. നമുക്കേ ഇന്ന് വേറെ ഇത്തിരി പണി ചെയ്യാടി മുത്തേ. ഒരു വഷളൻ ചിരിയോടെ തന്നിലേക്ക് അമരുന്നവനെ തടയുവാൻ വിനീതയ്ക്ക് അപ്പോൾ കഴിഞ്ഞില്ല. നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിയോടെ ആദിത്യനെ അവൾ തന്നെ നെഞ്ചിലേക്ക് വലിഞ്ഞു മുറുക്കി. അതേസമയം വിനീതയുടെ ബാഗിൽ കിടന്ന സൈലൻ്റായ ഫോണിൽ ബോസായ സന്ദീപിൻ്റെ കോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദിത്യനെ അലിയുവാനായി തുടങ്ങിയവൾ അത് പക്ഷേ അറിഞ്ഞിരുന്നില്ല. ദേ അച്ചുമോനെ, ഇങ്ങനാണേ അമ്മ പിണങ്ങുവേ. ഇതെന്തൊരു കുറുമ്പാച്ചക്കാൻ നിനക്ക്? അലങ്കോലപ്പെട്ട് കിടക്കുന്ന പപ്പൻ്റെ മുറിയിലെ കാഴ്ച കണ്ട് കൈകൾ 2 ഏണിന് മുകളിൽ വെച്ചുകൊണ്ട് മീര ഒന്ന് ശ്വാസം ഏങ്ങി വലിച്ചു. ദേഹം മുഴുവൻ കൺമഷിയിൽ കുളിച്ച് മുൻപിൽ നിൽക്കുന്നവനെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കാനും അവൾ അതിനിടയിൽ മറന്നില്ല എന്നതാണ് സത്യം. അച്ചുവിനെ കുളിപ്പിച്ചിട്ട് തലയും തുവർത്തിച്ച് അകത്തേക്ക് കുട്ടിയോട് പീഡിപ്പിച്ച് വിട്ട ഓർമ്മ മാത്രമേ ഉള്ളൂ മീരയ്ക്ക്.
ആദിമോനെ കുളിപ്പിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് അവൾ കണ്ടത് കൺമഷി മൊത്തം ദേഹത്തും മുഖത്തും വാരിപ്പൂശി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ചുവിനെയാണ്. അതുമാത്രമല്ല, അവർ കിടക്കുന്ന ബെഡിലും റൂമിലെ ചുവരിലും എന്ന് വേണ്ട ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കണ്ണാടിയിൽ വരെ കൺമഷി കൊണ്ടുള്ള ചിത്രകല ചെയ്തു വെച്ചിട്ടുണ്ട് ആള്. അമ്മേ! കണ്ണുകൾ രണ്ടും ചിമ്മിക്കൊണ്ട് മീരയുടെ കള്ളദേഷ്യത്തെ കുറയ്ക്കാനായി അച്ചു മുന്നോട്ട് വന്നു നിന്ന് അവളുടെ ഡ്രസ്സിൽ പിടിക്കുവാനായി ആഞ്ഞു. അവിടെ നിന്നെ, എന്നെ തൊടല്ലേ. അവൻ്റെ കയ്യിലെ കറുപ്പ് മുഴുവനും തൻ്റെ ചുരിദാറിലേക്കും പടരും എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം അവൾ രണ്ടടി പിന്നിലേക്ക് കാലുകൾ നീക്കി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അച്ചുവേ നിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക? ചെക്കൻ്റെ പടുതിയും നിൽപ്പും കണ്ട് ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടായിരുന്നെങ്കിലും കപടദേഷ്യം കാട്ടി അവന് മുൻപിൽ നിന്നവൾ, ചോറിയുമേ. കുഞ്ഞിച്ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് മീരയെ ഒളിക്കണ്ടിട്ട് നോക്കുന്നവൻ്റെ മുഖത്തെ കള്ളത്തരം മനസ്സിലായെങ്കിലും മീര അവൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു നിർത്തി. അച്ചയോട് പറഞ്ഞു കൊടുക്കട്ടെ? രഹസ്യം പോലെ കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. വേണ്ടോ അമ്മേ, അച്ഛ എന്നെ വഴക്കു പറയേ. കള്ളത്തരം ചെയ്ത കുട്ടിയെപ്പോലെ അച്ചുമോനപ്പോൾ മുഖം കുനിച്ചു നിന്നു. ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. അവൾ അവൻ്റെ കുറുമ്പ് കാണുവാൻ വേണ്ടി മാത്രം ചൊടിപ്പിച്ചു. പറയല്ലേ അമ്മേ, അച്ഛ അവനെ അടിക്കും. കൂടെ ജനിച്ചവനെ രക്ഷിക്കാൻ വേണ്ടി ആദിമോൻ അപ്പോഴേക്കും മീരയുടെ പിന്നിൽ വന്നു നിന്ന് തോണ്ടി വിളിച്ചു തുടങ്ങിയിരുന്നു. മീര പിന്നീടൊന്നും പറഞ്ഞില്ല. ഇരുവരെയും കണ്ണ് ചിമ്മിക്കാണ്ടി അത്രമാത്രം. ആദ്യം ഉടുപ്പിടിപ്പിച്ച് അടുക്കളയിൽ പണിയിലായിരുന്ന നാണിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വന്ന് അച്ചുവിൻ്റെ ദേഹത്ത് പുരട്ടി കരി മുഴുവനും ഒരു തുണി കൊണ്ട് പതിയെ തുടച്ചു മാറ്റിക്കൊടുത്തു. പിന്നീട് കുളിമുറിയിൽ കൊണ്ടുപോയി സമയമെടുത്ത് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി അമ്മയുടെ അച്ചുമോൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? അവനെ ഉടുപ്പിടിവിച്ചതിന് ശേഷം ആ കുഞ്ഞി കവളിൽ മുത്തം നൽകിക്കൊണ്ട് മീര ചോദിച്ചു. ഇല്ല അമ്മേ. ചെക്കൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്ത് ഒരു 100 ഉമ്മകൾ നൽകി പെണ്ണ് വാത്സല്യത്തോടെ. നല്ല കുട്ടികളൊന്നും ഇങ്ങനെ കുറുമ്പ് കാട്ടില്ല കേട്ടോ. പെണ്ണവനെ ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുത്തു. കുഞ്ഞിച്ചക്കൻ്റെ മൂളിച്ചയ്ക്കപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താ ഇവിടെ അമ്മയും മോനും കൂടി ഒരു രഹസ്യം പറച്ചിൽ? എന്ത് ചെയ്യരുതെന്നാണ് ഈ പറയുന്നത്? പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന പപ്പൻ്റെ ആയിരുന്നു ആ ചോദ്യം. അത് പിന്നെ വെറുതെ മോനോട്. പപ്പനെ അവിടെ പെട്ടെന്ന് കണ്ടതും മീരയൊന്ന് പരിഭ്രമിച്ചു. എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അച്ചു ചെയ്ത കുറുമ്പുകൾ പറയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അവളൊന്ന് തപ്പിക്കളിച്ചുകൊണ്ട് നിന്നു. എന്തേ, അച്ചുമോൻ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയോ? അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറിയും ഡ്രസ്സിംഗ് ടേബിളിലും മറ്റുമായി പടർന്നിരിക്കുന്ന കൺമഷിയുടെ കറുപ്പും കണ്ണിൽ തടഞ്ഞതും അവിടെ നടന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ ധാരണ അവന് മനസ്സിലായിരുന്നു. ഏയ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കുഞ്ഞിനെ ദേഹത്തേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി. മീരയെയും അവളുടെ ചുരിദാർ തുമ്പിൽ ഒളിച്ചു നിൽക്കുന്ന അച്ചുവിനെയും ഒന്ന് പാളി നോക്കിയിട്ട് അവനൊന്ന് അമർത്തി മൂളി. പപ്പനെ ഒന്ന് നോക്കിയതിന് ശേഷം മീര കുഞ്ഞിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് പോകുവാനായി വാതിൽക്കലേക്ക് നടന്നു. അതെ, ഞാൻ അവൻ്റെ അച്ഛനാ. മോൻ ചെയ്ത കുരുത്തക്കേടുകൾ മറച്ചു വയ്ക്കുമ്പോൾ തെളിവുകൾ കൂടി നശിപ്പിക്കുന്നത് നന്നായിരിക്കും. അച്ചുവിനെയും കൂട്ടി ആ വാതിൽ കടക്കാൻ തുടങ്ങിയപ്പോഴാണ് പപ്പൻ്റെ അശരീരി പോലെയുള്ള ശബ്ദം മീരയുടെ ചെവിയിൽ പതിഞ്ഞത്. അവളൊരു നിമിഷം നിന്നുപോയി. നാവിൻ തുമ്പ് കടിച്ചു പിടിച്ച് ഒട്ടൊരു ചമ്മലോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പെണ്ണ് കണ്ടു തന്നെയും നോക്കിക്കൊണ്ട് ഏണിന് കയ്യും കൊടുത്തു നിൽക്കുന്ന പത്മനാഭനെ. ആളിൻ്റെ മുഖത്തോ ആരെയും കൊല്ലുന്ന ചിരിയും. അത് പിന്നെ മോൻ അറിയാതെ ചെയ്തപ്പോൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ ഉമിനീര് വിഴുങ്ങി നിന്നുപോയി മീര. പൊയ്ക്കോ, മുറി ഞാൻ വൃത്തിയാക്കിക്കോളാം. പെണ്ണിൻ്റെ കണ്ണിലെ പിടപ്പ് ആസ്വദിച്ചുകൊണ്ട് നിന്നവന് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പുറത്തേക്ക് ഒഴുകി പരക്കുമോ എന്നുള്ള സംശയം മുളപൊട്ടി. പതുങ്ങനെയൊന്ന് മൂളിക്കൊണ്ട് മീര തലയാട്ടി. ശേഷം അവൾ ആ മുഖത്തേക്ക് ഒരു നിമിഷം പതർച്ചയോടെ നോക്കി നിന്നു. പിന്നീട് തിരിഞ്ഞ് ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരിയോടെ പുറത്തേക്ക് വേഗത്തിൽ നടന്നുപോയി. ഇനി എന്നാ പെണ്ണെ നിന്റെ ഹൃദയത്തിൽ എനിക്കായി ഇത്തിരി ഇടം നൽകുന്നത്? ഉടുക്കു കൊട്ടുന്ന നെഞ്ചിൻ്റെ മുകളിൽ വലങ്കൈ വെച്ച് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മീര പോയ വഴിയെ നോക്കി ആ പപ്പനൊന്ന് ആത്മഗതിച്ചു. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞു കത്തിയത് അവളോടുള്ള കറകളഞ്ഞ പ്രണയം മാത്രമായിരുന്നു. ഇവൾ എന്തൊരു ദുഷ്ടയാ!
എന്നെ ഒന്ന് വിളിച്ചാൽ എന്താടി മരമാക്രി നിനക്ക്? രശ്മിയുടെ വാട്സപ്പിലെ DP കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ട് അനി പരിഭവം പറഞ്ഞു. നീ ശരിക്കും എന്നെ മറന്നു പോയതാണോ പെണ്ണെ? അവളുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നതിനിടയിൽ അനി വീണ്ടും പദം പറഞ്ഞു ചുണ്ടുകൾ കൂർപ്പിച്ചു. യോഗമില്ല അമ്മണിയെ നിനക്ക്. എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് വെള്ളമിറക്കാനാണല്ലോ എൻ്റെ ഒരു വിധി. ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ താഴെ വയ്ക്കാൻ തുടങ്ങിയതും അറിയാതെ അവൻ്റെ കൈ തട്ടി വാട്സപ്പ് കോൾ രശ്മിയുടെ ഫോണിലേക്ക് പോയി. ഈശ്വരാ, ചതിച്ചോ? പൊടുന്നനെ ഫോൺ കയ്യിലെടുത്ത് കോൾ കട്ട് ചെയ്യുവാനായി തുടങ്ങിയപ്പോഴേക്കും രശ്മിയുടെ നമ്പർ റിംഗ് ആയി തുടങ്ങി കഴിഞ്ഞിരുന്നു. എന്തിനാ വിളിച്ചത്? അനിരുദ്ധിൻ്റെ വിരലുകൾ എൻഡ് ബട്ടണിൽ പതിയുന്നതിന് മുൻപേ തന്നെ മറുവശത്തു നിന്നും പെണ്ണിൻ്റെ സ്വരം ബ്ലൂടൂത്തിൽ കൂടി അവൻ്റെ ചെവിയിൽ വന്നു പതിച്ചു കഴിഞ്ഞിരുന്നു. അത് പിന്നെ അറിയാതെ കൈതട്ടിയപ്പോൾ കോൾ വന്നു പോയതാ. അവൻ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് മറുപടി നൽകി. നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സല്ലാതെ ശാന്തമാകുന്നത് അപ്പോഴവന് അറിയുവാനായി കഴിഞ്ഞിരുന്നു. അത്രയും നാൾ മൂടിക്കെട്ടിയിരുന്ന ഹൃദയത്തിൽ ഒരു കുളിർക്കാറ്റ് വീശിയ അനുഭൂതി, വരണ്ടു കിടന്ന നെഞ്ചിൽ ഒരു മഴ പെയ്ത പ്രതീതി. ഞാൻ വിചാരിച്ചു സാർ എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് വിളിച്ചതാണെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾ നമ്മളെയൊക്കെ എന്തിനാണ് വിളിക്കുന്നതല്ലേ? രശ്മിയുടെ ചോദ്യത്തിൽ സങ്കടമോ അതോ പുച്ഛമോ എന്നൊക്കെ വേർതിരിക്കാനാവാത്ത ഒരു ധ്വനി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രശ്മി! അത് കേട്ടതും അവൻ്റെ ഒച്ച പൊന്തി. അതിലൊരു താക്കീതുണ്ടായിരുന്നു. അവൾ സാർ എന്ന് വിളിച്ചതിലുള്ള അമർഷവും. സാറെന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇപ്പോഴും നമ്പർ മാറി വിളിച്ചെന്നല്ലാതെ എന്നെ ഓർത്ത് വിളിച്ചൊന്നുമല്ലല്ലോ. അവൾ വീണ്ടും വീണ്ടും അനിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ നിനക്കെന്നാണ് സാറായത്? നീ എന്താ രശ്മി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പൊടുവെ ശാന്തതയോടെ എല്ലാവരോടും സംസാരിക്കുന്നവൻ രശ്മിയുടെ നേർക്ക് അന്ന് ഒച്ചയെടുത്തു. പിന്നെ ഞാൻ എങ്ങനെയാ വിളിക്കേണ്ടേ? സാറിനെ സാറേ എന്നല്ലാതെ പേര് വിളിക്കാൻ പറ്റുമോ? അവളൊന്ന് ചിരിച്ചു, അതും ആത്മനിന്ദയോടെ. നീ എന്നെ കളിയാക്കുവാണോ? എനിക്ക് ദേഷ്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നപ്പോൾ. സാറിനെ കളിയാക്കാൻ ഞാനാരാ? വെറും ഒരു വേലക്കാരിയുടെ മകൾ. ഞാൻ എൻ്റെ സ്ഥാനം ഓർത്ത് വേണ്ടേ മറ്റുള്ളവരോട് പെരുമാറാൻ? എണ്ണി ചുട്ട അപ്പം പോലെ അവൾ മറുപടി നൽകിക്കൊണ്ടിരുന്നു. രശ്മി, എന്നെ നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നാക്കിന് കുറച്ച് നീളം ഉണ്ടെന്ന് വെച്ച് അതെന്തും പറയാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. അവന് ഒരേ സമയം ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. രശ്മിയുടെ അകൽച്ചയോടെയുള്ള സംസാരം അവനെ കുറച്ചൊന്നും അല്ല പൊള്ളിച്ചത്. എപ്പോഴും തന്നോട് തല്ലുകൂടിയും തറുതല പറഞ്ഞും തമാശ പറഞ്ഞും ഇരുന്നവളുടെ വേറിട്ടൊരു മുഖം അനിരുദ്ധന് ഒട്ടും സഹിക്കാനായില്ല. ഉള്ളിലുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാനാകാതെ, എന്നാലോ അവളെ ചങ്കിൽ നിന്നും പറിച്ചു മാറ്റുവാനാവാതെ അവൻ വല്ലാതെ കഷ്ടപ്പെട്ടു. സാറ് ആള് മാറി വിളിച്ചതല്ലേ? വെറുതെ എന്നോട് സംസാരിച്ച് സാറിൻ്റെ ഉള്ള മൂഡ് കളയണ്ട. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഞാനായിട്ട് സാറിൻ്റെ സമയം മെനക്കെടുത്തുന്നില്ല. അത്രമാത്രം പറഞ്ഞിട്ട് രശ്മി ഫോൺ കട്ട് ചെയ്തു. രശ്മി! മറുവശത്ത് നിന്നുമുള്ള ബീപ്പ് ശബ്ദം കേട്ടതും അവൻ കയ്യിലിരുന്ന ഫോൺ ദേഷ്യത്തോടെ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത അവനെ വല്ലാതെ തളർത്തി. ചേർത്ത് നിർത്തുവാനും തള്ളിക്കളയുവാനും എനിക്കാവുന്നില്ലല്ലോ പെണ്ണേ. അവൻ കട്ടിലിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരിക്കലും ചേരാത്ത സമാന്തര രേഖകളാണല്ലോ നാം ഇരുവരും. അനിയുടെ ഉള്ളം തേങ്ങിക്കരഞ്ഞു. അവളില്ലാതെ ഇനി പറ്റില്ല എന്ന് ഹൃദയം ആർത്തരച്ച് കരയുന്നത് അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ബന്ധങ്ങളും ബന്ധനങ്ങളും അനിയെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. ആ രാത്രി അവന് ഉറക്കമില്ലാത്തതായിരുന്നു. രശ്മിയെ നഷ്ടപ്പെടുമെന്ന കാര്യം ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. അതേസമയം നായിക തൻ്റെ നായകനോടൊപ്പം സ്വപ്നത്തിൽ ഡ്യുവറ്റും കളിച്ചുകൊണ്ട് നീണ്ട ഉറക്കത്തിലായിരുന്നു. പപ്പേട്ടാ! രാവിലെ പാടത്ത് പണിക്കാരെ നോക്കാൻ വേണ്ടി വരമ്പത്തുകൂടി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ മുൻപിൽ നന്ദന ഓടിച്ചെന്ന് കയറി നിന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് അവളെ ഇന്നാണ് പപ്പൻ കാണുന്നത് തന്നെ. മാറ്, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. പത്മനാഭൻ അവളോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാട്ടാതെ മുന്നോട്ട് നടന്നു നീങ്ങുവാൻ തുടങ്ങി. അവളെ കാണുമ്പോഴെല്ലാം അച്ചുവിൻ്റെ വേദനയോടുള്ള കരച്ചിലാണ് അവൻ്റെ ചെവിയിൽ വന്നലച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ധൃതിയില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവൾ വാശിയോടെ പറഞ്ഞു. നോക്ക് നന്ദന, നീ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉത്തരവും ഞാൻ പല പ്രാവശ്യം നിനക്ക് നൽകിയിട്ടുള്ളതാണ്.
എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയൊന്നും നിനക്ക് പോരെന്നുണ്ടോ? അതുകൊണ്ട് മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. എനിക്ക് പോയിട്ട് പണിയുള്ളതാണ്. പപ്പൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു, കൂടെ നിയന്ത്രിക്കുവാനാവാത്ത അവളോടുള്ള വെറുപ്പും. എന്ന് പറഞ്ഞ് എങ്ങനെയാ പപ്പേട്ടാ? എനിക്ക് പറയാനുള്ളത് കൂടി ഏട്ടൻ കേൾക്കണ്ടേ? നന്ദനയുടെ ശബ്ദം ഉച്ചത്തിലായതും പാടത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന പണിക്കാർ അവരെ ശ്രദ്ധിക്കുവാനായി തുടങ്ങി. പത്മനാഭൻ ആകെ നാണക്കേട് തോന്നി. ദേ അങ്ങോട്ട് മാറി നിന്നേ, പണിക്കാർ ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖം അടച്ചൊരെണ്ണം തരണമെന്നുണ്ട് എനിക്ക്. പക്ഷേ നിന്നെ തൊട്ടാൽ എൻ്റെ കൈ തന്നെ നാറു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അതൊരു വളമായിട്ട് കാണരുത് നീ. അവന് വല്ലാത്ത അമർഷം തോന്നി നന്ദനയോട്. ദേഷ്യവും നാണക്കേടും അവനെ ഒരുപോലെ തണർത്തി. പണിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പപ്പേട്ട? നമ്മൾ പണ്ടും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് സംസാരിച്ചിട്ടുള്ളവരല്ലേ? അവൾക്ക് ഒരു നിമിഷം പോലും വേണ്ടായിരുന്നു മറുചോദ്യം ചോദിക്കുവാൻ. നാണമില്ലാത്തവളുടെ ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണമെന്നില്ലല്ലോ. അത് പണ്ടല്ലേ നന്ദന, ഇന്നിക്കാര്യം പറഞ്ഞ് എന്ത് നേടാനാണ്? പപ്പൻ അവളെ പുരികാൻ ചുളിച്ചുകൊണ്ട് നോക്കി. എന്ത് നേടാനാണെന്നോ? എനിക്ക് നേടേണ്ടത് നിങ്ങളെയാണ് പപ്പേട്ട. വയസ്സറിയിച്ചപ്പോൾ തൊട്ട് നിങ്ങളോട് തോന്നിയ പ്രണയമാണ് എനിക്ക്. വർഷങ്ങളായിട്ടുള്ള പ്രണയം. അതൊന്നും ഒരു നിമിഷം കൊണ്ട് മറക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പപ്പേട്ടൻ എന്നെ വിവാഹം ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് മറുത്തൊരു അഭിപ്രായമില്ല. നിഷ്കളങ്കത വാരി വിതറിയുള്ള നന്ദനയുടെ സംസാരം കേട്ടപ്പോൾ അവളെ കൊല്ലുവാനുള്ള ദേഷ്യം പപ്പന് തോന്നി. ഇത്രയ്ക്ക് അഭിനയിക്കുന്നവളെയാണല്ലോ ഒരു നാൾ താൻ പ്രണയിച്ചതെന്ന് ഓർത്തപ്പോൾ അവന് സ്വയം ആത്മഹത്യ തോന്നിപ്പോയി. എനിക്ക് അഭിപ്രായമുണ്ട്. ഈ പത്മനാഭൻ എന്ന ഞാൻ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മേടയിൽ ശ്രീകുമാറിൻ്റെ മകൾ നന്ദനയെ ആയിരിക്കില്ല. ഇനി ഒരിക്കലും ഇക്കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കരുത്. ഇനിയും ഇത് ചോദിച്ചുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തിയാൽ എൻ്റെ കൈ ആയിരിക്കും നിനക്കുള്ള മറുപടി നൽകുക. മാറി നിൽക്കടി അങ്ങോട്ട്. നന്ദനയെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പപ്പൻ മുന്നോട്ടേക്ക് കാലുകൾ നീക്കി. ഒരു വേലക്കാരിയുടെ മോളെ മാത്രമേ കിട്ടിയുള്ളോ ചന്ദ്രമംഗലത്തെ പത്മനാഭന് വിവാഹം കഴിക്കുവാൻ? അത്രയ്ക്ക് തരം താഴ്ന്നു പോയോ ചന്ദ്രമംഗലം തറവാട്? അതും ഒരു രണ്ടാം കെട്ടുകാരി മച്ചി. അവളാ മീര. അവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ പപ്പേട്ടൻ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? സമ്മതിക്കില്ല ഞാൻ. ആ വേലക്കാരി പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും സമ്മതിക്കില്ല. നന്ദനയുടെ അലർച്ച കേട്ടതും ഒരു നിമിഷം മുന്നോട്ടേക്ക് നീക്കി അവൻ്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞ് നന്ദനയുടെ മുൻപിലേക്ക് തന്നെ നടന്നു ചെന്ന് നിന്നു. നീ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറയേ, പപ്പൻ അവളോട് ആജ്ഞാപിച്ചു. പതിവില്ലാത്ത വിധം പത്മനാഭൻ്റെ കണ്ണുകളപ്പോൾ ദേഷ്യത്താൽ ചുവന്നിരുന്നു. അവളെ കെട്ടാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ലെന്ന്. നിങ്ങളുടെ കൂടെ വാഴാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. കൊല്ലും ഞാൻ അവളെ. കൊന്നു കളഞ്ഞിരിക്കും. ഭ്രാന്തമായി പുലമ്പിയത് മാത്രമേ നന്ദനയ്ക്ക് ഓർമ്മയുള്ളൂ. അതിനു മുൻപേ തന്നെ പപ്പൻ്റെ ഉരുക്ക് പോലെയുള്ള വലങ്കൈ അവളുടെ കവിളിൽ ആഞ്ഞു വീശിയിരുന്നു. അടിയുടെ ആഘാതത്തിൽ നില തെറ്റിയവൾ പാടത്തേക്ക് മറിഞ്ഞു വീണു. എൻ്റെ ഭാര്യയാവുന്നവളെ പറ്റി പറയാൻ നിനക്ക് എന്തർഹതയാടി ഉള്ളത്? ഇനി മേലി നിന്റെ പുഴുത്ത നാവിൽ നിന്നും എൻ്റെ മീരയെപ്പറ്റി വേണ്ടാത്ത ഒരു വാക്ക് പോലും വീഴരുത്. വീണാൽ ഈ പത്മനാഭൻ്റെ വേറൊരു മുഖം നീ കാണേണ്ടി വരും. കൊന്നു കുഴിച്ചു മൂടി ഞാൻ. കുനിഞ്ഞിരുന്ന് വീണ് കിടക്കുന്ന നന്ദനയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ആക്രോശിച്ചു. പൊന്നുമോളെ, പണ്ടത്തെ പ്രേമകഥയും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി ഇനിയും കളിക്കുവാനാണ് നിന്റെ ഭാവമെങ്കിൽ ശരിക്കുള്ള കളി ഞാൻ നിന്നെ പഠിപ്പിക്കും. ചന്ദ്രമംഗലത്തെ പത്മനാഭൻ വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? നന്ദനയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം കൂടി നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ടേക്ക് നടന്നു, ഒന്ന് പിന്തിരിഞ്ഞു പോലും നോക്കാതെ. നോക്കിക്കോ പപ്പേട്ട, ഈ നന്ദന ജീവിച്ചിരിക്കുമ്പോൾ ആ മീരയെ നിങ്ങൾ വിവാഹം കഴിക്കില്ല. ഒച്ചയ്ക്ക് കത്തിക്കും ഞാൻ ആ പീറ പെണ്ണിനെ. പപ്പൻ പോണ വഴിയെ നോക്കിക്കൊണ്ട് അവൾ പല്ലു ഞെരിച്ചു. ചുറ്റും കാണികളായി നിൽക്കുന്ന പണിക്കാരെയോ അവരുടെ കളിയാക്കലോടെയുള്ള അടക്കിപ്പറിച്ചിലോ അവൾ അപ്പോൾ ഗൗനിക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ മീരയോടുള്ള അടങ്ങാത്ത പകയായിരുന്നു. അവളെ നശിപ്പിക്കുവാനായി നന്ദനയുടെ മനസ്സ് മുറവിളി കൂട്ടി. എന്തു പറ്റി? വൈകിട്ടത്തേക്കേ വരൂ, മക്കളെ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞിറങ്ങിയ ആള് ഇറങ്ങി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഹാളിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരുന്ന മീരയുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി. പത്മനാഭൻ്റെ മുറുകിയ മുഖവും ചുവന്ന് കലങ്ങിയ കണ്ണുകളും പതിവില്ലാത്ത ഗൗരവവും
അവളെ എന്തുകൊണ്ടോ പരിഭ്രാന്തിയിൽ ആഴ്ത്തി എന്ന് വേണം പറയാൻ. എന്ത് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെരുപ്പ് മുറ്റത്തൂരിയിട്ടിട്ട് തന്നെയൊന്നും നോക്കാതെ അകത്തേക്ക് കയറിപ്പോകുന്നവൻ മീരയ്ക്ക് പുതിയതായിരുന്നു. അവൻ പപ്പൻ്റെ പിറകെ തന്നെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് നെടുവീർപ്പെട്ട് നിൽക്കുന്നവൻ്റെ പിന്നിലേക്ക് അവൾ ചെന്ന് നിന്നു. എന്തേലും ഉണ്ടേ ഒന്ന് പറയോ? വയ്യേ? ഒരിക്കലും അവനെയോ അവൻ്റെ കാര്യങ്ങളെയോ ശ്രദ്ധിക്കാത്തവൾ അന്ന് ആദ്യമായി പപ്പനോട് പേടി ഏതും കൂടാതെ ചോദിച്ചു. എന്തിനെന്നു വേണ്ടി അറിയാതെ. താൻ എന്താണ് ചോദിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നോ അവളപ്പോൾ ഓർത്തിരുന്നില്ല. മനസ്സ് മുഴുവനും പത്മനാഭൻ്റെ പതിവില്ലാത്ത ഗൗരവത്തോടെയുള്ള മുഖമായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന സങ്കടമായിരുന്നു. ഒന്നുമില്ല. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ പൊടുന്നനെ ബാത്റൂമിലേക്ക് കയറി. അന്നാദ്യമായി മീരയുടെ ഹൃദയം അവനു വേണ്ടി പിടഞ്ഞു, കാരണങ്ങൾ ഏതുമില്ലാതെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.